നമസ്കാരം. ഏകദിന മത്സരങ്ങൾ ഇന്ന് എത്ര കണ്ട് ആരാധകർക്ക് താല്പര്യമുണ്ട്? അങ്ങനെ ചോദിക്കുമ്പോൾ 2027 ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2027 ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ഏകദിന ടീം ഇനി എങ്ങനെയായിരിക്കും? ഇന്ത്യൻ ആരാധകർ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് അവരുടെ ഭാവനയിൽ, അവരുടെ സ്വപ്നത്തിൽ അവർ കാണുന്ന ഒരു 11 അംഗ ടീമുണ്ട്. അതായത് ഒരു 11 അംഗ ഏകദിന ടീമുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് അധികൃതർ 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ ഇന്ത്യൻ ടീമിനെ ഏകദിനത്തിൽ ഈ വരുന്ന 2027 ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ശുഭമാൻ ഗിൽ ആയിരിക്കും. നായകൻ ഗില്ലിനെ കൂടാതെ ഒരു കൂട്ടം ശക്തരായ കളിക്കാരും ആ നിരയിലുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുന്ന അവസാന പരമ്പരയായിരിക്കും 2027 ഏകദിന ലോകകപ്പ്. ഇരുവരും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും T20യിൽ നിന്നും വിരമിച്ചു എങ്കിലും ഏകദിനത്തിൽ ഇപ്പോഴും തുടരുന്നത് തങ്ങൾക്ക് 2027 ലോകകപ്പ് കളിക്കണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഇരുവരും കഠിനമായ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2027 ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇവർ ഏകദിന ടീമിൽ തുടരുമ്പോൾ 2027 ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുക്കാൻ ഇരുവർക്കും കഴിയുമെന്നുണ്ടെങ്കിൽ, കിരീടം ഇന്ത്യൻ ടീം നേടിയാൽ രണ്ടുപേർക്കും ഒരു രാജകീയ യാത്രയയപ്പ് ലഭിക്കുമെന്ന് ആരാധകർ കരുതുന്നുണ്ട്. അത്തരത്തിലൊരു യാത്രയയപ്പ് അവർ അർഹിക്കുന്നുണ്ട് താനും. എന്നാൽ 2027 ഏകദിന ലോകകപ്പിന് ശേഷം ഇരുവരുടെയും വിരമിക്കലിന് ശേഷം, അതായത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഇന്ത്യയുടെ ഏകദിന ടീം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആരാധകരുടെ മനസ്സിൽ ഇത്തരത്തിൽ ഒരു ടീം 11 ആണ്, ഒരു 11 അംഗ ടീമാണ് ഉള്ളത്. ഓപ്പണിങ്ങിൽ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും വരണം. രോഹിത് ശർമ്മ വിരമിക്കുമ്പോൾ രോഹിത് ശർമ്മയെ പോലെ തന്നെ അതേ രീതിയിൽ കളിക്കുന്ന ഒരു താരത്തെ പകരക്കാരനായി കൊണ്ടുവരണം. ഇതിന് യോഗ്യൻ സഞ്ജു തന്നെയാണ്. അങ്ങനെ തന്നെയാണ് സഞ്ജുവിൻ്റെ ഓരോ ഷോട്ടുകളും. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരം സഞ്ജുവിനെ ഓപ്പണറായി പരിഗണിക്കാവുന്നതാണ്. നിലവിൽ ഏകദിന ടീമിന്റെ ബാക്കപ്പ് ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ സഞ്ജുവിനൊപ്പം മറ്റൊരു ഓപ്പണറായി പരിഗണിക്കാവുന്നതാണ്. ഇത് ടീമിന് ഇടത് വലത് കോമ്പിനേഷൻ, ഇത് ഇടത് വലത് കൂട്ടുകെട്ട്, ബാറ്റിങ്ങിലെ കൂട്ടുകെട്ട്, ഓപ്പണിംഗ് കൂട്ടുകെട്ട് എതിർ ടീമിന് ഫീൽഡിങ്ങിനും മറ്റും വളരെ അത്ര കണ്ട് എളുപ്പമാകില്ല. അപ്പോൾ ഓപ്പണിങ്ങിലേക്ക് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ സഞ്ജു സാംസണെ ഓപ്പണറായി പരിഗണിക്കും എന്നാണ് ആരാധകർ കരുതുന്നത്. BCCI അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ കോഹ്ലിയുടെ അഭാവത്തിൽ മൂന്നാമനായി കളിക്കാനായി ഇറക്കും എന്നാണ് കരുതുന്നത്. കോഹ്ലിയുടെ റോളിലായിരിക്കും ഇനി ഗിൽ ഇറങ്ങുക. ഫസ്റ്റ് ഡൗൺ പൊസിഷൻ മൂന്നാമതായി ഇന്ത്യക്കായി മത്സരങ്ങൾ ജയിപ്പിക്കാൻ തരത്തിലുള്ള പ്രകടനം ഒറ്റയ്ക്ക് നടത്താൻ അത്രയും കഴിവുള്ള 3-ാം നമ്പർ താരമായിരിക്കും ഗില്ല്. അതിന് അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ തന്നെ ആയിരിക്കും അത് പല കളികളിലും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പല ഏകദിനങ്ങളിലും അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് 4-ാമത്തെ പൊസിഷൻ, അതായത് 2020 ടീമിന്റെ ഇപ്പോഴത്തെ നായകൻ ശ്രേയംസ് അയ്യരെ 4-ാം നമ്പറിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ കഴിയുന്ന ഒരു കളിക്കാരനാണ് ശ്രേയംസ് അയ്യർ. ഇതുവരെ കളിച്ചിട്ടുള്ള പല ഏകദിനങ്ങളിലും ടീമിന്റെ മധ്യനിരയിൽ ഒരു മികച്ച ബാറ്റ്സ്മാൻ, അതായത് ടീമിന്റെ മധ്യനിരയിൽ ഒരു മികച്ച വലങ്കയ്യൻ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ നല്ല പ്രകടനം അയ്യർക്ക് നടത്താൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിന് 4-ാം നമ്പറിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരണം. അതിൽ അദ്ദേഹം അത് ടീമിന് ഗുണം ചെയ്യും. ഇനി നമുക്ക് 5-ാം നമ്പറിലേക്ക് വരുമ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ KL രാഹുൽ ഇറങ്ങണം. ആക്രമിച്ച് കളിക്കാനും വിക്കറ്റ് പോകാതെ പിടിച്ചു നിൽക്കാനുമുള്ള കഴിവ്
KL രാഹുലിനുണ്ട്. സീനിയർ താരമാണ് അദ്ദേഹം. രാഹുലിന്റെ പരിചയം, അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് ടീമിന് ശരിക്കും അത് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. 6-ാം നമ്പറിൽ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ കൊണ്ടുവരണം. ഹർദിക് പാണ്ഡ്യ വരണം. ഹർദിക്കിന്റെ ഫിറ്റ്നസ് നിർണായകമാണ്. എങ്കിലും ഇന്ത്യക്ക് ഹർദിക്കിനെ പോലൊരു താരത്തിന്റെ ആവശ്യകത ആ പൊസിഷനിൽ ഉണ്ട് താനും. കാര്യം ചിലപ്പോൾ ആ പൊസിഷനിൽ ചില പിഞ്ച് ഹിറ്റുകളൊക്കെ അദ്ദേഹത്തിന് നേടാനുള്ള കഴിവുണ്ട്. അദ്ദേഹം ആ നമ്പറിൽ നന്നായിട്ട് തിളങ്ങിയിട്ടുള്ള ഒരു താരവുമാണ്. ഇനി 7-ാം നമ്പറിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം നൽകണം. ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി ഒരു മികച്ച മാച്ച് വിന്നറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ 7-ാം നമ്പർ പൊസിഷനിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരണം. ഇന്ത്യൻ ഏകദിന ടീമിൽ തീർച്ചയായിട്ടും നിതീഷ് കുമാറിന് ഒരു സ്ഥാനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. 8-ാം നമ്പറിൽ അക്ഷർ പട്ടേലിനെ കളിപ്പിക്കാവുന്നതാണ്. ഒരു മികച്ച സ്പിൻ ബൗളറും അതിനൊപ്പം ഒരു മികച്ച ബാറ്റ്സ്മാനും കൂടിയാണ്, നല്ലൊരു ബാറ്റർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അക്സർ ഈ ഇത്തരത്തിൽ അദ്ദേഹം കളിക്കുമ്പോൾ ഈ ഡെത്ത് ഓവറുകളിലൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ കളി തീരാനായി പോകുന്ന അവസാന ഓവറുകളിലൊക്കെ ആണെങ്കിൽ പോലും ജയിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, ഒരു ബാറ്റിംഗ് ശേഷി അക്സർ പട്ടേലിനുണ്ട്. ഇനി 9-ാം നമ്പറിൽ മാനവ് സുധറിനെ കൊണ്ടുവരാവുന്നതാണ്. 10-ാം നമ്പറിൽ സ്പെഷ്യലിസ്റ്റ് പേസർ ജസ്ബീർ ബുംറയെയും പരീക്ഷിക്കാവുന്നതാണ്. 11-ാം നമ്പറിൽ മുഹമ്മദ് സിറാജോ അല്ലെങ്കിൽ ഹർഷിദ് റാണയോ ആയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ 2027 ടീമിന്റെ ലൈനപ്പ് നമുക്ക് ഒന്നുകൂടി ആ പേരുകൾ നോക്കിപ്പോകാം. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ശ്രേയംസ് അയ്യർ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, അക്ഷയ് പട്ടേൽ, മാനവ് സുധർ, ജസ്ബീർ ബുംറ, മുഹമ്മദ് സിറാജ് അല്ലെങ്കിൽ ഹർഷിദ് റാണ. ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഏകദിന 11 2027 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ആരാധകരും ക്രിക്കറ്റ് പണ്ഡിതരും അല്ലെങ്കിൽ ക്രിക്കറ്റ് നിരീക്ഷകരും പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഒരു 11 ആണ്. ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് ഇവർ യോജിച്ചവരാണ് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. നമുക്ക് ഇത്തരത്തിലൊരു ടീമിനെ ഭാവിയിൽ പ്രതീക്ഷിക്കുകയുമാവാം.